ഉണ്ടായി. ഓ ഇല്ല ഇല്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ചേച്ചിയുടെ വീട്ടിലെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ കണ്ണു തുറന്നപ്പം തന്നെ കണ്ടത് ഈ ഒരു സുന്ദര ചെറുക്കനെയാണ്. ഇന്നലെ രാത്രി ഇവിടെ നിൽക്കാൻ വിളിച്ചിട്ട് വന്നില്ല, എന്നിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഉറക്കം കളയാനായിട്ട്. മോങ്കുട്ടൻ കുറച്ച് നേരത്തെ വന്നു. ബബിളും കണ്ടാണ് ഉടുപ്പിട. ഇനി നമുക്കിവിടെ ഇന്റർലോക്ക് ഒക്കെ ഇടാനുണ്ട്. ഇനി അതൊരു ചർച്ചാണ്. തവരവിള ചേച്ചി അല്ലേ? അത് ഇരുമ്പിൽ ചേച്ചിയാണ്. തവരവിള ആ ഇരുമ്പിൽ ചേച്ചി. ഓ മോങ്കുട്ടിന് ഒരു ബബിള് ഉണ്ടായി. ഓ നമ്മൾ ബ്രഷ് ചെയ്തില്ല ആരും. വാ പോവാം, ബ്രഷ് ചെയ്യാൻ പോവാം. നീ ബ്രഷ് ചെയ്താ? ഞാൻ റബേക്ക് ഇനിയുള്ളൂ. ഞാനും റബേക്ക് ഇനി ബ്രഷ് ചെയ്യാവുള്ളൂ. ഓ പൊട്ടി. പൊട്ടി. ഓ നല്ല ഭംഗിയുണ്ട് നോക്കട്ടെ കാണാൻ. എവിടെ? ഓ പൊട്ടിയാ? ആ വഴി അങ്ങോട്ട് പോകുമ്പോൾ ആറാണ്. അതാണ് ഇവിടെ ഇത്ര പച്ചപ്പൊക്കെ. ഞങ്ങൾ ബീഫ് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്, ബീഫും ഇറച്ചിനെയൊക്കെ വാങ്ങിച്ച് ഇന്ന് നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബീഫ് വാങ്ങാനായിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ബീഫ് വാങ്ങി. ഇനി മരിച്ചിനി വാങ്ങാനുണ്ട്. അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് നമ്മൾ കറിവേപ്പിലയൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്.
താങ്ക്സ് ഓർമ്മിപ്പിച്ചത് വളരെ നന്ദി. Now I've declined the seat completely, so that is obviously for added comfort. Someone is giving it the beans. I can't see the car because it's this. How did this come back? Yeah, I'd removed all these plastic sheets, but somehow they have come back. So this extends, which is amazing, and you can open it from here because there's a mirror. There's a lot of steps to actually see the mirror, so I'll just pass. Yeah, you have lights there as well. There is a tweeter right there. Let me put this inside. Now. ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മോങ്കുട്ടിനെ റവേക്കയും കാണിച്ചു തരാം. ഇല്ല ഇല്ല, അവളെ കയ്യിൽ എന്തോന്നാണ് ഇരിക്കുന്നത്? അപ്പം നമ്മളുടെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ട്. പിന്നെ ഞങ്ങൾ ബീഫും മച്ചിനി ചോറും, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ചിക്കുവിനെ നമ്മളവിടെ മോങ്കുട്ടിനെ റബേക്കയെ നോക്കാനായിട്ട് കിട്ടി. ഞങ്ങളതൊരു ഈസി ബീഫ് കറിയാണ്. എപ്പോഴെങ്കിലും ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം. ഭയങ്കര ടേസ്റ്റിയാണ്, പക്ഷെ ഭയങ്കര എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് അവിടെ നോക്കിയൊന്നും ചെയ്തതല്ല, ഏതൊരു പ്രാവശ്യം ചെയ്തപ്പോൾ ശരിയായിരുന്നു. പിന്നെ അത് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കണ്ടുപിടിക്കുന്നതാണ്. കേട്ടോ ചേച്ചി, മുങ്ങോട്ട് ഞാൻ വെള്ളം ഒഴിച്ചെന്ന് അവസാനം പറയണമെന്ന് ഒഴിക്കാതെടാ, അത് ഇഷ്ടമാണ്. ഇതൊരു സ്പെഷ്യൽ ടൈമാണ്. കൊള്ളാം. മരിച്ചിനി പീസായിട്ടുള്ളതുകൊണ്ട് പാൽക്കപ്പയുണ്ട്. പാൽക്കപ്പ നമ്മൾ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. ബീഫിൻ്റെ കൂടെ അടിപൊളിയാണ് പാൽക്കപ്പ. അതവിടെയൊക്കെ വെള്ളമാവും കിട്ടാ. അപ്പൊ അങ്ങനെ ചേച്ചി ജോലിക്ക് പോകാൻ ഇറങ്ങി.
എത്ര മണിക്ക് പോകും? 4 നമ്മൾ എത്ര മണിക്ക് പോകും? 4 4 നമ്മളാ നിങ്ങൾ ഇവിടെ നിന്നോളൂല്ലേ? 4 മണിക്കൂർ ഒറ്റയ്ക്ക് നിൽക്കൂലേ? ടി വി കണ്ട് അവർ രണ്ടുപേരും ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ ബ്രെഡും പാലും ഒക്കെ വാങ്ങാനായിട്ട് ഇറങ്ങി. ബ്രെഡും പാലും ഒക്കെ വാങ്ങിയിട്ട് വന്നു. ഇനി ചായ ഇടണം. മോങ്കുട്ടനും റബേക്കയും ഉറങ്ങിക്കിടക്കുവാണ്. അതാ കള്ള റബേക്ക കണ്ണടച്ച് കിടന്നുറങ്ങുന്നു. ആളെ കണ്ടപ്പോൾ കണ്ണടച്ചുറങ്ങുന്ന റബേക്ക. മോങ്കുട്ടനും റബേക്കയ്ക്കും ചിക്കുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവര് തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരേ പ്രായക്കാര് പോലെയുള്ള റിലേഷൻഷിപ്പാണ്. പിണങ്ങ് വിട്. മതി മിണ്ടാതിരി. ഫസ്റ്റ് ഇട്ടിട്. ഇനി ഫസ്റ്റ് ഇട്ടിട്. ചിക്കു നെറ്റ് വെച്ചോടും. വൈകിട്ടൊക്കെ ആയപ്പോൾ ചിക്കുന് ജിമ്മിൽ പോകാനുള്ളതുകൊണ്ട് അവൻ വീട്ടിലോട്ട് പോയി. പിന്നെ ഞാനും മോങ്കുട്ടനും റബേക്കയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഒരുപാട് നേരം കളിച്ചൊക്കെ ഇരുന്നു. അയ്യോ അതൊന്നും ഇടണ്ട. എടുത്ത് വെക്കേ. അല്ല നിങ്ങൾക്ക് ഒരു തന്നെയാണ് പത്ത് പോയാൽ മക്കള് കളിച്ച ഡാൻസ് ഒന്നും മമ്മിക്ക് കളിച്ച് കാണിച്ച് മമ്മയാണ്. മമ്മിക്കൊന്ന് കളിച്ച് കാണിച്ചടി വാവേ അവിടെ കളിച്ചത്. ഇതൊരു പുതിയ ഒന്ന് കാണിച്ച. 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചേച്ചി എത്തി. പിന്നെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലോട്ട് പോയി. അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 10-10:30 ആയപ്പം ചിക്കു അമ്മ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊന്നിച്ച് ഡിന്നറൊക്കെ കഴിച്ചു. എനിക്ക് അടുത്ത ദിവസം ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് ചിക്കുവിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ താങ്ക് യു. ബൈ ബൈ.